കണ്ണൂർ ഭാഗങ്ങളിലെ കല്യാണ വീടുകളിൽ കിട്ടുന്ന അൽസാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെടുത്ത് മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ വലിയ ചെമ്പിലൊക്കെ ഗോതമ്പ് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നെല്ലാവരും ഇത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗോതമ്പൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഓരോന്ന് ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു വെല്ലുള്ളിയും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ ഒരു 1-2 വെളുത്തുള്ളിയും കൂടിയും ചേർക്കാം. പിന്നെ ഒരു 1/4 കിലോ ചിക്കൻ വൃത്തിയാക്കിയതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലോട് കൂടിയുള്ള പീസാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാണ്. അതുപോലെ തന്നെ സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടിയും വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ചിക്കനും ആ സ്പൈസസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. സ്പൈസസ് നമുക്കിനി ആവശ്യമില്ല കേട്ടോ, അതങ്ങ് കളയാം. അതുപോലെ തന്നെ ചിക്കൻ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇത് നല്ലപോലെ തന്നെ വെന്തതാണ്, അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലോട് കൂടി നമ്മൾ വേവിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു 1/4 ഭാഗത്തോളം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് 1/4 ഭാഗം അതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളിപ്പോൾ ഇത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ആ ഒരു കുക്കറിലേക്ക് തന്നെ വീണ്ടും ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ കുക്കറിൽ വെച്ച ഗോതമ്പും ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ലപോലെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഉടച്ചെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങേൻ്റെ നല്ല 1-ാം പാലുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. തിളച്ച് പോകരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. എന്നിട്ട് നല്ലപോലെ കൈയെടുക്കാണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ അൽസ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കല്യാണ വീടുകളിൽ ഇത് കുടിക്കാനായിട്ട് തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് കട്ടിയാവും കേട്ടോ തണുക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്നത് നമ്മൾ നെയ്യിൽ സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ആദ്യം കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പെരുന്നാളിലൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.